പൊന്നൂര നൃത്തം. അപ്പൊ കുട്ടികള് സന്തോഷിക്കട്ടെ. നമ്മളെ ഇതൊന്നും നമ്മളെ ഇല്ലായിന്നൊക്കെ അവർക്കറിയില്ല, അവർക്കൊന്നും അറിയില്ല. കുട്ടികള് സന്തോഷിക്കട്ടെ. പൊന്നു വന്നിട്ടുണ്ട്, പൊന്നൂര് സർപ്രൈസ് കൊടുക്കട്ടോ. അപ്പൊ നമുക്കൊന്നും ജീവിതത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും നല്ലൊരു വലിയ സമ്മാനം. അടുത്ത ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിത് തുറന്നൊക്കെ എന്തെങ്കിലും ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വിശേഷങ്ങൾ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, നിങ്ങൾക്കും സുഖമാവെന്ന് വിചാരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പൊ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. എന്തിനാ ഇറങ്ങിയെന്ന് അറിയാം നിങ്ങൾക്ക്? നല്ല അടിപൊളി ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് നല്ല അടിപൊളി വീഡിയോ ആണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നല്ല സൂപ്പർ വീഡിയോ ആണ്. ഇന്ന് ഒരു സർപ്രൈസ് ഉണ്ട്. അതെ, ഒരു സർപ്രൈസ് സർപ്രൈസ് തന്നെയാണ്. എന്താന്ന് വെച്ചാല് നമ്മളിതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ലെ? നമ്മളെ മോനൂന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ, ഒരു സൈക്കിള്. അപ്പൊ ആ സൈക്കിൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആക്രിന്നൊക്കെ വാങ്ങിക്കൊടുന്ന് ഒരു 500 രൂപ ആക്രിന്ന് വാങ്ങി അത് റിപ്പയറിംഗ് ഒക്കെ ചെയ്ത് ഒരു 700-750 രൂപ ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സൈക്കിളാണ് കൊടുത്തത്. എങ്കിലും നമ്മളെ മോനു എന്തോ ഒരു നിധി കിട്ടിയ പോലെ അൽഹംദുലില്ലാ വലുതാണ്. സൈക്കിൾ സൂപ്പർ സൈക്കിളാണ്. അതെ, പിന്നെ ചൂട്ടാനുള്ള ഇതുണ്ടായില്ല. അപ്പൊ ആള് പോയി ആളെപ്പോഴും പള്ളിക്ക് ദർശനം പോയി. അങ്ങനെ അത് കൊടുക്കണ വീഡിയോയില് അല്ലെ, അതെ, ആ കൊടുക്കുന്ന ഒരു വീഡിയോ ഇട്ടപ്പോ ഒരു സബ്സ്ക്രൈബർ, അതായത് ആ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാല് പൊന്നൂന്റെ കട്ട സബ്സ്ക്രൈബർ ആണ്. പൊന്നു എന്താ പറയാ, പൊന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ജീവനാണ്. പൊന്നൂന്റെ ഒരു ഷോർട്സ് വീഡിയോ ഒക്കെ കണ്ടാല് മനം നിറയും, ടെൻഷൻ എല്ലാം മാറും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അല്ലേ? എപ്പോഴും അയാളെ സ്റ്റാറ്റസിലൊക്കെ പൊന്നൂന്റെ വർത്താനോ ആ ഷോർട്സ് എന്നൊക്കെ വീഡിയോ കട്ട് ചെയ്ത് കാണാൻ സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. അതെ, അപ്പൊ അവര് പൊന്നൂനൊരു സൈക്കിള് കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പൊ അത് കൊടുക്കാനും മുഖ്യ കാരണം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാല് ഈ മോനുവിന്റെ സൈക്കിൾ കൊടുക്കുന്ന കാണുമ്പോ ആ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞേ, നിങ്ങൾ ശ്രദ്ധിച്ചോ, നിഷ്കളങ്കനായി മോനൂന് ആ സൈക്കിളും കൊടുക്കുന്ന നോക്കി നിൽക്കുന്ന ഒരു പൊന്നൂന് എനിക്ക് നെഞ്ചു പൊട്ടി കാണേണ്ടി വന്നു. നമുക്ക് ഭയങ്കര ടെൻഷനായി പൊന്നൂന്റെ നൃത്തം. അതെ, അപ്പൊ കുട്ടികള് സന്തോഷിക്കട്ടെ. നമ്മളെ ഇതൊന്നും നമ്മളെ ഇല്ലായിന്നൊക്കെ അവർക്കറിയില്ല, അവർക്കൊന്നും അറിയില്ലല്ലോ. അപ്പൊ കുട്ടികള് സന്തോഷിക്കട്ടെ. എന്റെ പൊന്നൂന് എന്റെ വക ഒരു സൈക്കിൾ ഉണ്ട് പറഞ്ഞിട്ട് അതിന്റെ കൂടെ എന്താ വേറെ എന്തോ സാധനം ഉണ്ട്. നമ്മളെന്തായാലും പോയി നോക്കുക. അത് വാങ്ങാനും വേണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. എന്താണ് നല്ല മഴക്കാറൊക്കെ ഉണ്ട്. രാവിലെ പണിയൊന്നും കഴിച്ചാതാണ് പിന്നെ വിളിച്ചു കൊണ്ടുപോണത്. ചോറുണ്ടാക്കിയിട്ട് കൂട്ടാണ്ടാക്കിയിട്ട് എന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പൊ പോയി 10:11 കഴിക്കണ പോയി വന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുള്ളൂ. അപ്പൊ ഏതായാലും ഞങ്ങള് പോയി വരാട്ടാ. നല്ല അടിപൊളി മഴത്തുള്ള ആ യാത്രയുണ്ടല്ലോ, അത് വേറെ രസമല്ലേ? മഴത്ത് ഇങ്ങനെ പോണം എവിടേക്കെങ്കിലും അല്ലേ? പ്രത്യേകിച്ച് മഴ കൊണ്ട് ഇങ്ങനെ ഈ ചൂരൊക്കെ ഇങ്ങനെ കയറുമ്പോ ഭയങ്കര രസമല്ലേ? ഭയങ്കര രസമാണ്. അടിപൊളിയാണ്. നല്ല പെരുമ്മയാണ് കേട്ടാ, കറുത്തുകള്. അപ്പൊ നമ്മൾ പറമ്പിലങ്ങാടിയുള്ള ഒരു എന്താണ് കൊറിയാർക്കാണ് പോകുന്നത്. ഇപ്പൊ സ്വാഗതപാട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ മഴ കൊണ്ട് കണ്ണൊന്നും കാണൂല, അജാതി മഴ. ഇതൊക്കെ മഴ. ചെറുത് 11 മണിയാണ്. ഇപ്പൊ രാവിലെ 7 മണിന്റെ ലുക്കാണ്. എന്തൊരു മഴേ. ഏത് വണ്ടിന്റെ സൗണ്ട്? നമ്മളതെല്ലാം പോയ വണ്ടിന്റെ ഒരു വണ്ടി. ഞങ്ങളെ വണ്ടി കത്തിയതിന് ശേഷം ഒരു പുക വരുന്നത്, അത് ഒരു വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര ബേജാറാണ്. നമ്മളെ പഴഞ്ചൊല്ലുണ്ടല്ലോ, ചുടുവെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് പച്ചവെള്ളം കാണുമ്പോഴും പേടിയാണ്. അതേ അവസ്ഥയാണ്. ഞങ്ങൾ അനുഭവിച്ചതാണ്. ഒച്ചല്ല, അതിന്റെ എന്തോ അറിയില്ല. നമ്മൾ ഈ ഹാണി കേക്ക് എന്നാണ് കേക്ക് വാങ്ങാനുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം പറമ്പിലങ്ങാടി പോയിട്ട് ആ പിന്നെ കൊറിയാറിന്ന് സൈക്കിളും വേറൊരു പ്രസന്റും കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കളക്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം അല്ലേ? പെട്ടെന്ന് ഒന്നും ചെയ്തില്ലേ മഴ. നമ്മളെ രാജാസിന്റെ അടുത്തുള്ളൊരു ശ്രീമാരുതി തന്നെ കൊറിയർ ഓഫീസിലാട്ടോ ഈ സാധനം ഇരിക്കണത്. ഉള്ളിലിങ്ങനെ കയറ്റാൻ പറ്റുമോ? ഇല്ല, പറ്റൂല.
എന്താ ഇവിടെ ഒരാളും കൂടി ഉണ്ട്. ഇതൊക്കെ കണ്ട് ചിരിച്ചാണ്ട് ക്യാമറ എടുക്കുന്നവിടെ എന്താ പറയാ ഒന്നും പറയാ. അപ്പൊ ആളിവിടെ മെല്ലെ ഒതുക്കിയിട്ടുണ്ട്. കണ്ടില്ലേ ഒരു ബോക്സ് കൊണ്ട്. ഏതായാലും പോയി നോക്കുക, കേക്കിന്റെ ഷോപ്പിൽ പോയി നോക്കുക, ഹണി കേക്കിലൊന്ന് പോയി നോക്കുക അല്ലേ. നന്നാ എനിക്ക് എന്തൊക്കെയാ പറയാ, ഞാൻ ആകെ ഇതായിക്കണ്, സ്തംഭിച്ചിക്കണ്. അപ്പോൾ ഞങ്ങളിത് കോട്ടക്കൽ നമ്മൾ പറമ്പലങ്ങാടിയില്ല ഹണി കേക്കിൽ എത്തിയിട്ടുണ്ട്. ഏതായാലും ഇവിടെ എത്താൻ നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞതാണ്. എന്താ വെച്ചാൽ ഏതായാലും പൊന്നുവിൻ്റെ സ്വന്തം സബ്സ്ക്രൈബർ, അവൻ്റെ സ്വന്തം ഫാൻ പൊന്നുവിൻ്റെ ഒരു സൈക്കിൾ വാങ്ങിക്കൊടുക്കുകയാണല്ലോ. അപ്പോൾ നമുക്കൊന്നും ജീവിതത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും നല്ലൊരു വലിയ സമ്മാനമാണിത്. അത്രയും അങ്ങനത്തെ ഒരു വണ്ടിയൊന്നും സൈക്കിളൊന്നും ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റൂല. അതെ. അപ്പോൾ ഏതായാലും അത് വാങ്ങി ആ സൈക്കിൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത് നിങ്ങൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് കളക്ട് ചെയ്ത് ഞങ്ങൾ വരുന്ന വഴിയിലാണ് നമ്മൾ ഹണി കേക്ക് ഉള്ളത്. അപ്പൊ അവിടെ കയറണം. എന്തിനാ കയറണെന്ന് പറയാം. അപ്പൊ മാളുവിന് ഒരു ആഗ്രഹം, ഏതായാലും അവന്റെ സബ്സ്ക്രൈബർ പൊന്നൂന് സ്വന്തമായിട്ട് ഒരു സൈക്കിൾ വാങ്ങിക്കൊടുക്കല്ലേ. അപ്പൊ നമുക്ക് മാളു പറയാം എന്റെ വക അവനക്കൊരു ചെറിയൊരു കേക്ക് വാങ്ങിക്കൊടുക്കാം. അപ്പൊ നമുക്ക് ഏതായാലും ചെറിയ ലോഞ്ചിങ് പോലെ നമ്മൾ വീഡിയോ ചെയ്യല്ലേ. അപ്പൊ ഒരു കേക്കും കൂടി മുറിക്കാന്നൊരു ആഗ്രഹം മാളുവിന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹണി കേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ പോയി നോക്കാം അല്ലേ. പോയി നോക്കാം. പൊന്നു വന്നിട്ടുണ്ട്. പൊന്നൊരു സർപ്രൈസ് കൊടുക്കട്ടോ. ആ സാധനം അവിടെ ഇരിക്കണ്ട കേട്ടോ. പൊന്നു വന്നിട്ടുണ്ട് കേട്ടോ. ബോർഡ് നോക്കാം. എങ്ങനുണ്ട്? രസണ്ടാ? പൊന്നു മാഷാഅല്ലാ. അതതിന്റെ ഫോണ് ഇഷ്ടായ? അല്ല പൊന്നു ഇഷ്ടായ? ആ അത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു സൈക്കിള് നമുക്ക് പൊന്നുവിന്റെ കട്ട ഫാനുകൾ സബ്സ്ക്രൈബേഴ്സ് കൊടുത്തയച്ചിരുന്നു. അപ്പൊ ഏതായാലും ആ സന്തോഷത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞു മാളുവിന്റെ വക ഒരു കേക്ക് വാങ്ങിയിരുന്നത്. ഏതായാലും നമ്മുടെ കുഞ്ഞു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ സന്തോഷമാക്കിക്കൊണ്ട് കേക്ക് മുറിക്കാൻ പോകണേ കേട്ടോ. അപ്പൊ അതിലെ നിങ്ങളെല്ലാം പങ്കു ചേർത്തുകൊണ്ട് ഞങ്ങളിതാ ഈ കേക്ക് മുറിക്കാൻ പോകണേ. മുറിച്ചോ മുളക്കും മുറിച്ചോ. അപ്പോ പിന്നെ കുട്ടിമോനെ പിടിച്ചോളി. കുട്ടിമോനെ പിടിച്ചോളിക്കുക. എടുക്കാം, ഇത് മുറിച്ചതിന് ശേഷം എടുക്കാം. അപ്പോ ശരി. അപ്പൊ ഏതായാലും നമ്മുടെ കോട്ടയ്ക്കൽ ഹണി കേക്ക് എന്നാണ് വാങ്ങിയത്, നേരത്തെ കാണിച്ചിരുന്നു. അപ്പൊ ഏതായാലും മോളൂസിന് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? അവിടെ കൊടുത്തു, ഇവിടെ അവിടെ കൊടുത്തു. ഉമ്മ നിസ്കരിക്കുക ഒക്കെ ആയതുകൊണ്ട് ഉമ്മ പിന്നെ വന്നിട്ടില്ല. ഉമ്മ പൊതുവെ മഴവിന്റെ ശേഷം ഇപ്പൊ നമ്മുടെ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ആ സമയത്ത് പൊതുവെ ഉമ്മ മറ്റുള്ള കാര്യത്തിലൊന്നും ഏർപ്പെടില്ല.
അപ്പോ അതാണ് ഉമ്മ ഇല്ലാത്തത്. ഉമ്മ വിളിച്ചു ഉമ്മ പോന്നിട്ടില്ല, അവിടെ ഊത നിസ്കരിക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വെറുതെ ഒരു സന്തോഷം. നമുക്ക് സൈക്കിളൊക്കെ തന്നാൽ ആ സന്തോഷം കുട്ടികളെ മുട്ടായല്ലോ നമുക്ക് അറിയില്ലല്ലോ. അതെ. ഇനിയിപ്പോ ബാക്കി നേരത്തെ പിന്നെ കുറച്ച് ഒരു അറബി ഡ്രസ് ഒക്കെ മോനുവിന് വന്നിട്ടല്ലേ, കന്തൂറ കാര്യങ്ങൾ, അതൊക്കെ ഒരു ചെറിയ ബോക്സിന്റെ നമുക്ക് പൊട്ടിച്ചു നോക്കാം അല്ലേ? അപ്പോ ഗേസ് വീണ്ടും ഇതാ നമുക്ക് വീണ്ടും ഒരു പ്രസന്റ് ഇതാ വന്നിട്ടുണ്ട് അല്ലേ? അടുത്ത ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിത് തുറന്നൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ അതെ. ഇതിന് മുമ്പ് പറഞ്ഞിരുന്നു മോനൊരു അറബിക് ഡ്രസ് കന്തൂറ വരാണ്ടെന്ന്, അതൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെയുണ്ട് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെ സാധനങ്ങളുണ്ട്, വലിയൊരു പെട്ടിയാണ്, എന്താന്ന് തുറന്നു നോക്കുക. അതെ. അപ്പൊ ഏതായാലും ഇത് അയച്ച വ്യക്തിക്ക്, അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും സന്തോഷം നൽകട്ടെ. അദ്ദേഹത്തിലെ കിളി പോയിക്കണേ. അപ്പൊ ഏതായാലും നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാതെ അല്ലേ? അന്ന് ഓപ്പൺ ചെയ്താണ് കട്ട് ചെയ്ത് വെച്ചാട്ടാ. എന്താ എഴുതിക്കണേ? കുട്ടിമോൻക്കുള്ളതാ. കുട്ടിമോൻ ബ്രോ എന്ന് എഴുതിയിട്ടുണ്ട്. കുട്ടിമോൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് കുട്ടിമോൻ തന്നെ അന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. കുട്ടിമോൻ അല്ലേ? പൊട്ടിച്ചോക്കെ എന്താ സംഭവം നോക്കാം. അതിന് കീറിയാ പോരാ, വേണ്ട. തൊക്കുന്നില്ല പൊന്നെ. ഇജവിടെ നിന്ന ക്യാമറ കാണൂല. ഒരു അടിപൊളി ബാഗ്. ഇത് എന്തിനു യൂസ് ചെയ്യുന്ന ബാഗാണ്? കോളേജിൽ പോകുമ്പോഴുന്ന ഒരു അടിപൊളി ലേസർ അല്ലത്, നല്ല പവർ ആവുന്നത് അല്ലേ? മാഷാ അല്ലാ. ഏതായാലും ഇതിന് നല്ല അടിപൊളി ലേസർ ഇതിലുണ്ട്. ഇതെന്താ സാധനം? പെർഫ്യൂം അല്ലേ? ഒരു അടിപൊളി പെർഫ്യൂം ഉണ്ട്. അതുപോലെ തന്നെ കുട്ടിമോനോ ഷർട്ടുമോനെ വേഗം പോണിട്ടാ ഗേസ്. അതെ, അടിപൊളി ഷർട്ടും ഒരു അടിപൊളി പാന്റും അല്ലേ? നല്ല രസമുണ്ട്. വേറെന്താ? പാരച്യൂട്ട് പാന്റ്. അതുപോലെ നല്ല അടിപൊളി ലൈറ്റ് കളർ അടിപൊളി ഒരു ഷർട്ടും ഉണ്ട് കുട്ടിമോൻക്ക്. ഇതിന്റെ വേറെന്താണ്? അതിൽ അടിച്ചു കാണിച്ചു കൊടുത്താ ഈ ക്യാമറ കാണോ? അപ്പൊ ഇതാണിത്, കണ്ടില്ല? അപ്പൊ നമ്മള് ദുനിയാവിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളിപ്പോ കാണണേ, ഞങ്ങളിപ്പോ അറിയണില്ല. പിന്നെ മാഷാ അല്ലാ ഒന്നും പറയില്ല. അങ്ങനെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഈ ഒറ്റ പുള്ളിയായിട്ടുള്ള കണ്ടിട്ടില്ല, ഇങ്ങനെയുള്ള കണ്ടിട്ടില്ല. എന്താ രസം, ഒന്നും പറയാൻ വാക്കുകളില്ല. എന്റെ മുന്നോ മോൾക്കെ അടിപൊളിയല്ല? മാഷാ അല്ലാ അടിപൊളിയാണ്. അപ്പൊ ഓക്കെ, ഞങ്ങളെ ഈ സന്തോഷം പഠിച്ചോ കാണണ്ടോട്ടാ. അതെ. ഇതാ കുട്ടികളുടെ സ്പെഷ്യൽ മിഠായി. എനിക്ക് മാത്രമല്ല സ്പെഷ്യൽ മിഠായി ഞാൻ തരുന്നുണ്ട്. എന്ത് രസത്തില്ല അടിപൊളിയുണ്ട്. എങ്ങനെയുണ്ട്? ഞങ്ങള് വെച്ചാല് ഏതായാലും എന്താ പറയാ, നമ്മളെ കലാമണിന്റെ ഒക്കെ പഴയ പടം അല്ലേ? അതേ അവസ്ഥ ആദ്യമായിട്ട് കാണുന്നത് അനുഭവമാണ്. അപ്പൊ നമുക്ക് എന്താ പറയണ്ടേ? യൂട്യൂബർമാർക്ക് ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ നമുക്ക് കിട്ടുമോന്നല്ലേ? കിട്ടുമോന്നല്ല, ഗിഫ്റ്റ് ഓരോരുത്തരും കൊടുക്കുമ്പോഴേ നമുക്കൊന്നും ആരും തരാനില്ല. എന്താ പറയാ, വാക്കുകളില്ല പറയാൻ, ഒന്നും പറയാനില്ല. മാഷാ അല്ലാ മാഷാ അല്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അടുത്ത ഒരു പേക്ക് കൂടി ഇത് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ പെർഫ്യൂം ഇതാ അല്ലേ? ഏതാണ് സാധനം? എന്റെ പൊന്ന്, ഇതാണ് മല വെച്ചാൽ എവിടെ നിന്ന് തടിച്ചോണ്ടിട്ടാ?
കൊടുക്കാൻ വേണ്ടിട്ടാ ഇന്ത്യയുടെ സൈക്കിളിന്റെ ബില്ല് ഇതിലുണ്ട് ഇവിടെ ഉണ്ട്. ഇതെന്താ അങ്ങനെ എടുക്കല്ലേ അപ്പൊ നമ്മള് കാണിച്ചു കൊടുക്കണ്ടേ ഇവർക്ക് കാണണ്ടേ. ഇതിന്റെ കൊറേ മുട്ടായികള് ഗാലക്സി കൊറേ ചോക്ലേറ്റുകൾ ഇതാ. പിന്നെ നമ്മള് ആ ചോളമുട്ടായിന്റെ ഒരു പാക്കറ്റ് പിന്നെ പാക്കറ്റ് ഇതാ. അമ്മന്റെ കുട്ടികള് അടിപൊളി കന്തൂരട്ടാ. ഇത് കണ്ടില്ലേ എന്താ ഇതിനൊക്കെ പറയാ. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട് എപ്പോഴും ഭയങ്കര സന്തോഷമായിട്ട് പറഞ്ഞ കാര്യമാണ് ഇവർ കളർ കന്തൂര വേണമെന്ന്. അടിപൊളി മുണ്ട് ഇതൊക്കെ എന്തിനങ്ങനൊക്കെ കൊടുത്താൽ 2-3 റബ്ബേ എന്താ പറയാ. ഇത് കണ്ടിട്ട് ഭയങ്കര കോസ്റ്റ്ലി സാധനം കൊണ്ട് കണ്ടിട്ട് ഇത് തുണി കാര്യങ്ങൾ കണ്ടിട്ട് അപ്പൊ ഇത് ഒന്നിതാ കണ്ടില്ലേ. പിന്നെ ഒരു ബ്ലാക്ക് കളറ് ഒരു ബ്ലൂ കളറ്. ഈ കളറിന്റെ പേര് അല്ലേ ഒരു കോഫി കളറ് കണ്ടില്ലേ. ഇത് തലയിൽ കിട്ടുന്ന മുണ്ടില്ല. ഇത് കണ്ടില്ലേ. ഇതിലൊരു കവറും കൂടി അല്ല 3 നമുക്കില്ല. വേറെ മൂല്യന്മാർ 5 മൂല്യരെ ഉള്ള ഇത് ഇതിക്കുള്ള മോൾട്ടിക്കുള്ളാണല്ലേ. ഇതിക്കുള്ള ഇതും ടീഷർട്ട്. ഇത് മോൾട്ടിക്കുള്ളല്ല. വേറെ ഒന്നും ഉണ്ടാവില്ല. ഇതിക്കുള്ള പാൻറ്റോടെ. അപ്പൊ നമ്മുടെ മോൾട്ടിക്കുള്ളതാണ് ഇതിട്ടാ. ഒരു എന്താണ് മിഡിയല്ലത് മോൾട്ടി. ഇവിടെ ഇതാ ആ കാണില്ല. ഇവിടുന്ന് നമ്മളെ മോൾട്ടിക്കുള്ളതാണ് അല്ലേ. മോൾട്ടി എന്താ പറയാ. സന്തോഷായ സന്തോഷായ ഓക്കെ. പിന്നെ വേറെന്തുള്ളത്. ഈ ടീഷർട്ടും ഈ പാന്റും പൊന്നൂനില്ല. പൊന്നൂനുള്ള ഫുള്ള് സാധനം പൊന്നൂനാണ്. പൊന്നോ